ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം തൻ്റെ ഭർത്താവിൻ്റെ ശരീരത്തിൽ നിന്ന് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന കാര്യം അറിയാതെ പരിചരിച്ച വൈദർഭിക്ക് ആ കാര്യം മനസ്സിലാവുകയാണ്. 46-ാമത്തെ ശ്ലോകം. യദാ ന ഉപലഭേത അംഘ്രൗ ഊഷ്മാണം നോപലഭേദംഘ്രാവൂഷ്മാണം പത്യുരർച്ചതി ആസീത് സംവിഘ്നഹൃദയ യൂഥഭ്രഷ്ട മൃഗീ യഥാ. അർച്ചതി, ഭർത്താവിൻ്റെ പാദ അർച്ചന ചെയ്തുകൊണ്ടിരുന്ന അവൾ പാദത്തെ സ്പർശിച്ചപ്പോൾ പത്യുഹു, ഭർത്താവിൻ്റെ അംഘ്രൗ, കാലടിയിൽ, ഊഷ്മാണം, ചൂട്, യഥാ, എപ്പോഴാണോ, ന ഉപലഭേദ, കിട്ടാതെ വന്നത്, ആകെ തണുത്ത് മരവിച്ചതായിട്ട്, ആ കാൽ സ്പർശിച്ചപ്പോൾ തണുത്ത് മരവിച്ചതായി കണ്ടപ്പോൾ, യൂഥഭ്രഷ്ട മൃഗീ യഥാ, യൂഥം എന്നാൽ കൂട്ടം, കൂട്ടത്തിൽ നിന്ന് ഭ്രഷ്ട പിരിഞ്ഞുപോയ മൃഗി, ഒരു മാൻപേട എങ്ങനെയാണോ വിഷമിക്കുക, യഥാ അതുപോലെ, സംവിഘ്നഹൃദയ വ്യാകുലചിത്തയായി ആസീത് ഭവിച്ചു. കൂട്ടം തെറ്റിയ മാൻപേട പോലെ അവൾ ആകെ പരിഭ്രമിച്ചു പോയി. ഇനി താൻ എന്ത് ചെയ്യും എന്നറിയാതെ അവൾ ആകെ അങ്ങനെ വിറങ്ങലിച്ചു നിൽക്കുകയാണ്. 47-ാമത്തെ ശ്ലോകം. ആത്മാനം ശോചതി ദീനമബന്ധും വിക്ലവാശ്രുഭിഃ സ്തനാവാസിച്യ വിപിനെ സുസ്വരം പ്രരുരോധ സാ. തൻ്റെ ഭർത്താവ് ജീവൻ വെടിഞ്ഞു എന്ന് മനസ്സിലാക്കി വിപിനെ, ആ വനത്തിൽ, അബന്ധും, ഉറ്റവർ വേറെ ആരുമില്ലാത്ത അവൾ, ദീനം, അശരണയായി തീർന്ന, ആത്മാനം, തന്നെക്കുറിച്ച്, തനിക്കിനി ആശ്രയമായി ആരുമില്ലല്ലോ എന്ന് ശോചതി, ദുഃഖിച്ച സാ അവൾ, വിക്ലവ അശ്രുഭിഃ, സന്താപ അശ്രുക്കളാൽ, സ്തനൗ ആസിച്ച്, തൻ്റെ സ്തനദ്വയങ്ങളെ നനച്ചുകൊണ്ട്, സുസ്വരം ഉറക്കെ, പ്രരുരോധ വാവിട്ട് കരഞ്ഞു. കൊട്ടാരത്തിലായിരുന്നെങ്കിൽ ആരെങ്കിലുമൊക്കെ കൂടെ ഉണ്ടാകുമായിരുന്നു. എന്നാൽ ഭർത്താവിനെ മാത്രം ആശ്രയിച്ച് കാട്ടിലേക്ക് വന്ന തനിക്ക് ഇനി ആരാണൊരാശ്രയം, ഇനി എങ്ങനെ താൻ തിരിച്ചു പോകും, ഇങ്ങനെ പലവിധ ചിന്തകളാൽ ആകെ സങ്കടപ്പെട്ട് അവൾ വിലാപം തുടങ്ങി. തൻ്റെ ഭർത്താവിൻ്റെ മരണത്തെ അപ്പോഴും അംഗീകരിക്കാൻ സാധിക്കാതെ രാജാവിനെ തന്നെ വിളിച്ചു കരയുകയാണ്. 48-ാമത്തെ ശ്ലോകം. ഉത്തിഷ്ഠ ഉത്തിഷ്ഠ ഉത്തിഷ്ഠോത്തിഷ്ഠ രാജർഷേ ഇമാം ഉദധിമേഖലാം ദസ്യുഭ്യഃ ക്ഷത്രബന്ധുഭ്യഃ ബിഭ്യതീം പാതുമർഹസി. ഹേ രാജർഷേ, ഋഷിയായ രാജാവേ, ഉത്തിഷ്ഠ ഉത്തിഷ്ഠ, എഴുന്നേൽക്കൂ രാജാവേ, ദസ്യുഭ്യഃ, തട്ടിപ്പറിക്കാരിൽ നിന്നും, ക്ഷത്രബന്ധുഭ്യഃ, ക്ഷത്രിയന്മാരാണെന്ന് പുറമേക്ക് നടിക്കുകയും എന്നാൽ ക്ഷത്രിയന്റെ ഒരു ഗുണവും ഇല്ലാത്ത കെടുകാര്യസ്ഥരായ നാടുവാഴികളിൽ നിന്നും, ബിഭ്യതീം, ഭീതിയാർന്നിരിക്കുന്ന, ഇമാം, ഈ, ഉദധിമേഖലാം, കടൽ ചൂഴുന്ന ഭൂമണ്ഡലത്തെ, പാതും, രക്ഷിക്കുവാൻ, അർഹസി, അവിടുന്ന് അർഹനാണ്, അങ്ങ് വേണം ഇതെല്ലാം കാത്തരളുവാൻ. അതുകൊണ്ട് അങ്ങ് ജീവൻ വെടിയരുത്, എത്രയും പെട്ടെന്ന് തിരിച്ചു വരൂ, അല്ലെങ്കിൽ എഴുന്നേൽക്കൂ എന്നിങ്ങനെ വിലപിച്ചുകൊണ്ടേയിരിക്കുകയാണ്. 49-ാമത്തെ ശ്ലോകം. ഏവം വിലപതി ബാല വിപിനേ അനുഗത പതിം
പതിതാ പാദയോः ഭർത്തു പാദയോർഭർത്തു രുദതി അശ്രൂണി അവർത്തയത് രുദത്യശ്രൂണ്യവർത്തയത്. വിപിനെ ആ കാട്ടിൽ പതിം അനുഗത ഭർത്താവിൻ്റെ പുറകെ വന്നവളായ ബാല അബലയായിട്ടുള്ള ആ വൈദർഭി ഏവം വിലപതി ഇപ്രകാരം വിലപിച്ചുകൊണ്ട് ഭർത്തുഹു പാദയോഹോ ഭർത്താവിൻ്റെ ആ കാലടികളിൽ പതിത വീണ് രുദതി കരഞ്ഞുകൊണ്ട് അശ്രൂണി അവർത്തയത് കണ്ണുനീർ തൂകി. വൈദർഭിക്ക് അറിയാം രാജാവിന് തിരിച്ചു വരില്ല, താൻ ഒറ്റയ്ക്കായി എന്ന്. എങ്കിലും ഒരു പ്രതീക്ഷയോടെ വിളിച്ചു നോക്കി. പിന്നീട് നിസ്സഹായയായിട്ട് ഭർത്താവിൻ്റെ ആ പാദങ്ങളിൽ വീണ് കരയാൻ തുടങ്ങി. 50-ാമത്തെ ശ്ലോകം. ചിതിം ദാരുമയീം ചിത്വാ തസ്യാം പത്യുഃ കളേവരം ആദീപ്യ ച അനുമരണേ വിലപന്തി മനോദധേ. അങ്ങനെ ഇനി ഒന്നും ചെയ്യാനില്ല എന്ന് മനസ്സിലാക്കി ദാരുമയീം വിറകുകൊണ്ടുള്ള ചിതിം ചിത്വാ ചിത കൂട്ടി തസ്യാം ആ ചിതയിലേക്ക് തൻ്റെ പത്യുഹു ഭർത്താവിൻ്റെ കളേവരം ജഡശരീരത്തെ വെച്ചിട്ട് ആദീപ്യ ആ ചിതക്ക് തീ കൊളുത്തിയ ശേഷം വിലപന്തി വിലപിച്ചുകൊണ്ട് അനുമരണേ ഭർത്താവിനെ പിന്തുടരാൻ മരണത്തിലും പിന്തുടരാൻ തീരുമാനിച്ചു. മനഃ ദധേ മനസ്സിൽ ഉറപ്പിച്ചു. അങ്ങനെ ചിതയിൽ ചാടി ഭർത്താവിനോടുകൂടെ മരിക്കാൻ വേണ്ടി തീർച്ചയാക്കി. 51-ാമത്തെ ശ്ലോകം. തത്ര പൂർവതരഃ കശ്ചിത് സഖാ ബ്രാഹ്മണ ആത്മവാൻ സാന്ത്വയൻ വൽഗുനാ സാംനാ താമാഹ രുദതീം പ്രഭോ. ഹേ പ്രഭോ, പ്രാചീന ബർഹിസേ തത്ര അങ്ങനെ കരഞ്ഞുകൊണ്ട് ചിതയിൽ ചാടാൻ നിൽക്കുന്ന ആ സമയത്ത് അവിടെ പൂർവതരഃ സഖാ പണ്ടേയുള്ള യഥാർത്ഥ അവിജ്ഞാത സുഹൃത്ത്. ഈ സുഹൃത്തിനെ കുറിച്ച് പുരഞ്ജനന്റെ കഥ തുടങ്ങുമ്പോൾ സൂചിപ്പിച്ചിരുന്നു, പിന്നീടൊന്നും പറഞ്ഞില്ല. പിന്നീട് പറഞ്ഞത് ആ യവന രാജാവ് കൊണ്ടുപോകുമ്പോൾ, അതായത് മരണയാത്രയിലും ആ അവിജ്ഞാത സഖാവ് കൂടെ ഉണ്ടായിരുന്നു, അപ്പോഴും മനസ്സിലായില്ല. ഇപ്പോഴിതാ അതേ സഖാവ് ആത്മവാൻ ആത്മജ്ഞനായിട്ടുള്ള കശ്ചിത് ബ്രാഹ്മണ ഒരു ബ്രാഹ്മണന്റെ രൂപത്തിൽ അവിടെ വന്നിട്ട് രുദതീം താം കരഞ്ഞുകൊണ്ടിരിക്കുന്ന അവളെ വൽഗുന മനോഹരമായ സാംന സാന്ത്വന വചനത്താൽ സാന്ത്വയൻ സമാധാനിപ്പിച്ചുകൊണ്ട് ആഹ ഇപ്രകാരം പറയുകയാണ്. ബ്രാഹ്മണ ഉവാച ബ്രാഹ്മണൻ ആ വൈദർഭിയോട് ചോദിക്കുകയാണ്. 52-ാമത്തെ ശ്ലോകം. കാത്വം കസ്യ അസി കസ്യാസി കഹ കോ വാ അയം വായം ശയാനഃ ശയാനോ യസ്യ ശോചസി ജാനാസി കിം സഖാ അയം സഖായം മാ യേനാഗ്രേ വിചചർഥ ഹാ. ത്വം കാ നീ ആരാണ്? കസ്യ അസി ആരുടെ പുത്രിയാണ്? ഇപ്പോൾ നീ യസ്യ ആരെക്കുറിച്ച് ശോചസി ദുഃഖിക്കുന്നുവോ ആ ദുഃഖിക്കുന്ന ഇപ്പോൾ നിന്റെ മുന്നിൽ ശയാനഹ കിടക്കുന്ന അയം ഈ ആൾ ശരിക്കും കഹവ നിന്റെ ആരാണ്? അഗ്രേ മുൻകാലങ്ങളിൽ യേന ഏതൊരാളുടെ കൂടെ വിചചർഥ നീ വിചാരിച്ചിരുന്നുവോ? എല്ലാ സമയവും നീ നിരന്തരം നിന്റെ ചിന്തകൾ പങ്കിട്ടുകൊണ്ടിരുന്ന ഒരാളുണ്ടായിരുന്നു, നിന്റെ യഥാർത്ഥ കൂട്ടുകാരൻ. അങ്ങനെയുള്ള സഖായം ആ സഖാവായ മാം എന്നെ ജാനാസിക്കും നീ അറിയുന്നുണ്ടോ? അദ്ഭുതം തന്നെ. എപ്പോഴും കൂടെയുള്ള എന്നെ നീ അറിയുന്നില്ല, പക്ഷെ നിന്റെ ആരുമല്ലാത്ത ആർക്കൊക്കെയോ വേണ്ടി നീ കരയുകയാണല്ലോ. ഇനി കഴിഞ്ഞ ജന്മത്തിലെ പുരഞ്ജനൻ ചെയ്ത കാര്യത്തെയാണ് ഇപ്പോൾ ഓർമ്മിപ്പിക്കുന്നത്. 53-ാമത്തെ ശ്ലോകം. അപിസ്മരസി ച ആത്മാനം അവിജ്ഞാതസഖം ചാത്മാനം അവിജ്ഞാതസഖം സഖേ
ഹിത്വാ മാം പദം അന്വിച്ഛൻ പദമന്വിച്ഛൻ ഭൗമഭോഗരതഃ ഭൗമഭോഗരതോ ഗതഃ. ഏ സഖേ, അതുകൊണ്ടാണ് ഇവിടെ സഖാവേ എന്ന് പുല്ലിംഗത്തിൽ വിളിക്കുന്നത്. പുരഞ്ജനനെ ഉദ്ദേശിച്ച് വിളിക്കുകയാണ്. കാരണം ആ പഴയ ജന്മത്തെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഈ വൈദർഭിയെ. നിന്നെക്കുറിച്ച്, അതാണ് ആത്മാനം, നീ ഒന്ന് ഓർത്തു നോക്കൂ, നിന്നെക്കുറിച്ച് നിനക്ക് അവിജ്ഞാത സഖം, അവിജ്ഞാതൻ, അതായത് ആരാണ് എന്ന് അറിയാത്ത, പേരറിയാത്ത ഒരു സഖാവുള്ള ആളായിരുന്നു നീ എന്നത് അപിസ്മരസി, നീ ഓർമ്മിക്കുന്നുണ്ടോ? ആ എന്നെ, നിന്റെ ഏറ്റവും പ്രിയപ്പെട്ട സഖാവായിട്ട് നിന്റെ കൂടെ തന്നെ ഇരുന്ന മാം ഹിത്വ, എന്നെ വെടിഞ്ഞിട്ടാണ്, എന്നെ ഉപേക്ഷിച്ചിട്ടാണ് ഭൗമഭോഗരതഃ, ഭൂമിയിലെ സുഖഭോഗങ്ങൾ തേടി അതിലാസക്തനായി അതിന് ഏറ്റവും അനുയോജ്യമായ പദം, ആ സ്ഥാനത്തെ അന്വിച്ഛൻ, അന്വേഷിച്ചുകൊണ്ട് നീ എന്നെ വിട്ട് ഗതഃ, പോയവനല്ലേ, ഓർമ്മ വരുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. പഴയ കാര്യങ്ങൾ തന്നെയാണ് ഓർമ്മിപ്പിക്കുന്നത്. അതായത് ആ പുരഞ്ജനനും ആകുന്നതിന് മുൻപേ 54-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, ഹംസൗ അഹം ഹംസാവഹം ചത്വം ച ആര്യ സഖായൗ മാനസായനൗ അഭൂതാം അന്തരാ വാ ഓകഃ അഭൂതാമന്തരാവൗകഃ സഹസ്രപരിവത്സരാൻ. ഹേ ആര്യ, ശ്രേഷ്ഠ, അഹം ച ത്വം ച, ഞാനും നീയും, മാനസായനൗ, മാനസ സരസിലെ അന്തേവാസികളും, സഖായൗ, ചങ്ങാതികളുമായ, ഹംസൗ, ഹംസങ്ങളായിട്ട്, സഹസ്രപരിവത്സരാൻ, ആയിരക്കണക്കിന് വർഷങ്ങളോളം, ഓകഃ, ഒരു പ്രത്യേക സ്ഥാനം, അന്തരാവ, ഇല്ലാതെ, നിനക്ക് എനിക്ക് എന്ന് പറഞ്ഞൊരു പ്രത്യേക സ്ഥലമൊന്നുമില്ലായിരുന്നു, നമ്മൾ ഒരുമിച്ചങ്ങനെ അഭൂതാം കഴിഞ്ഞു വന്നിരുന്നു. 55-ാമത്തെ ശ്ലോകം, സഹത്വം സത്വം വിഹായ മാം ബന്ധോ ഗതഃ ഗതോ ഗ്രാമ്യമതിഃ മഹീം ഗ്രാമ്യമതിർ മഹീം വിചരൻ പദം അദ്രാക്ഷീഃ പദമദ്രാക്ഷീഃ കയാചിത് നിർമ്മിതം കയാചിൻ നിർമ്മിതം സ്ത്രീയാ. ഏ ബന്ധോ, എൻ്റെ ആത്മബന്ധുവായ അല്ലയോ സുഹൃത്തെ, അങ്ങനെ ഒരുമിച്ച് വളരെ സന്തോഷമായി കഴിഞ്ഞിരുന്ന സഹ, അങ്ങനെയുള്ള ത്വം, നീ, ഗ്രാമ്യമതിഹി, പെട്ടെന്നൊരു ദിവസം വിഷയഭോഗേച്ഛുവായിട്ട്, മാം വിഹായ, നിന്റെ ആത്മബന്ധുവായ എന്നെ കൈവിട്ട് നീ മഹീം ഗതഃ, ഭൂമിയിലേക്ക് വന്നു. അങ്ങനെ വിചരൻ, അങ്ങുമിങ്ങും ചുറ്റി നടന്ന്, കയാചിത് സ്ത്രീയാ, ഏതോ ഒരു സ്ത്രീയാൽ നിർമ്മിതം, നിർമ്മിക്കപ്പെട്ട പദം, ഒരു ആവാസസ്ഥാനത്തെ, അദ്രാക്ഷീഹി, നീ കണ്ടെത്തി. ഇനി എങ്ങനെയുള്ള ആവാസസ്ഥാനമാണ് നിനക്ക് ലഭിച്ചത്? 56-ാമത്തെ ശ്ലോകം, പഞ്ചാരാമം നവദ്വാരം ഏകപാലം നവദ്വാരമേകപാലം ത്രികോഷ്ഠകം ഷഡ്കുലം പഞ്ചവിപണം പഞ്ചപ്രകൃതി സ്ത്രീധവം. പഞ്ചാരാമം, 5 പൂന്തോട്ടങ്ങളുള്ളതും, നവദ്വാരം, 9 ദ്വാരങ്ങൾ ഉള്ളതും, ഏകപാലം, ഒരു കാവൽക്കാരനോടു കൂടിയതും, ത്രികോഷ്ഠകം, 3 ചുറ്റുമതിലോടു കൂടിയതും, ഷഡ്കുലം, 6 തരം വണിക് സംഘം നിവസിക്കുന്നതും, പഞ്ചവിപണം, 5 അങ്ങാടിത്തെരുവുകൾ ഉള്ളതും, പഞ്ചപ്രകൃതി, 5 വിധം പ്രാകൃതികമായ വസ്തുക്കളാൽ നിർമ്മിതമായതും, സ്ത്രീധവം, ഒരു സ്ത്രീയുടെ അധീനതയിൽ ഇരിക്കുന്നതും ആയിട്ടുള്ള ഒരു പുരത്തിലാണ് നീ താമസിച്ചത്. ഇനി ഈ പറഞ്ഞവയുടെ അർത്ഥം ആ ബ്രാഹ്മണൻ തന്നെ വിശദീകരിക്കുന്നു. നമ്മൾ പുരഞ്ജനന്റെ കഥ തുടങ്ങിയത് മുതൽ ഒരു കടങ്കഥ പോലെ കേട്ട് തുടങ്ങിയതാണ്. അതിനെ ഇവിടെ തന്നെ വ്യാഖ്യാനിക്കുകയാണ് ഈ ബ്രാഹ്മണൻ. 57-58 ശ്ലോകങ്ങളിലായിട്ടാണ് പറയുന്നത്. പഞ്ച ഇന്ദ്രിയ അർത്ഥാഹ, പഞ്ചേന്ദ്രിയാർത്ഥ ആരാമാഹ ദ്വാരഃ പ്രാണ നവ പ്രഭോ
തേജോ അപ് അന്നാനി, തേജോ അപ് അന്നാനി കോഷ്ഠാനി കുലം ഇന്ദ്രിയ സംഗ്രഹ. ഇനി 58. വിപണഃ തു, വിപണസ്തു ക്രിയാശക്തി ഭൂതപ്രകൃതി അവ്യയ, ഭൂതപ്രകൃതിരവ്യയ ശക്തി അധീശഃ, ശക്ത്യധീശഃ പുമാൻ തത്ര, പുമാൻസ്തത്ര പ്രവിഷ്ടഃ ന അവബുദ്ധ്യതേ, നാവബുദ്ധ്യതേ. ഹേ പ്രഭോ, പഞ്ച ഇന്ദ്രിയ അർത്ഥാഹ, 5 ജ്ഞാനേന്ദ്രിയങ്ങൾക്ക് വിഷയമായിട്ടുള്ള, അതായത് കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി, ഇവയൊക്കെയാണ് 5 ജ്ഞാനേന്ദ്രിയങ്ങൾ. അപ്പോൾ കണ്ണിന്റെ വിഷയം കാഴ്ച, ചെവിയുടെ വിഷയം കേൾവി, ഇങ്ങനെ 5 ഇന്ദ്രിയ വിഷയങ്ങളെയാണ് ഇവിടെ ആരാമാഹ, പൂന്തോട്ടങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. നവപ്രാണാഹ, 9 ദ്വാരങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ട്. അതിനെയാണ് ഈ പുരത്തിന്റെ ദ്വാരമായിട്ട് പറഞ്ഞിരിക്കുന്നത്. കണ്ണിന് 2 ദ്വാരം, മൂക്കിന് 2, ചെവിക്ക് 2, വായയ്ക്കൊന്ന്, പിന്നെ 1 ജനനേന്ദ്രിയം, മറ്റൊന്ന് മലദ്വാരം. ഇങ്ങനെ 9 ദ്വാരങ്ങൾ. ആ ദ്വാരങ്ങളെയാണ് ഇവിടെ ആ പുരിക്കുള്ള 9 വാതിലുകളായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇനി തേജസ്, അപ്പ്, അന്നം. നമ്മുടെ ശരീരത്തിൽ നമുക്ക് അറിഞ്ഞനുഭവിക്കാൻ കഴിയുന്ന 3 കാര്യങ്ങളാണ്. ഒന്ന് തേജസ്, അതായത് ചൂട്, ശരീരത്തിന് എപ്പോഴും ഒരു നിശ്ചിത അളവിൽ ഒരു ചൂടുണ്ട്. പിന്നെ ജലം, ശരീരത്തിൽ ജലാംശമുണ്ട്. ഒപ്പം അന്നം, എന്നാൽ അന്നമാണ്, ഭൂമിയിൽ നിന്ന് കിട്ടുന്ന അന്നമാണ് നമ്മുടെ ശരീരത്തെ നിലനിർത്തുന്നത്. ഇങ്ങനെ ഈ 3 എണ്ണത്തിനെയാണ് കോഷ്ഠാനി, 3 ചുറ്റുമതിലുകൾ ഉണ്ട് എന്ന് പറഞ്ഞത്. പിന്നെ 6 വണിക് സംഘങ്ങളുണ്ട് എന്ന് പറഞ്ഞു. അത് ഇന്ദ്രിയ സംഗ്രഹ, ജ്ഞാനേന്ദ്രിയങ്ങളുടെ കൂടെ മനസ്സിനെയും കൂട്ടിയിട്ട്. നേരത്തെ ജ്ഞാനേന്ദ്രിയങ്ങളുടെ വിഷയങ്ങളെയാണ് പറഞ്ഞത്, ഇപ്പോൾ ജ്ഞാനേന്ദ്രിയങ്ങളെയും ഒപ്പം ഇതിനെല്ലാം അനുഭവിക്കുന്ന മനസ്സിനെയും ചേർത്താണ് 6 കുലം വണിക് സംഘങ്ങൾ എന്ന് പറഞ്ഞത്. കാരണം മനസ്സ് മുഴുവൻ അവിടെ പോയിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് പോലെയാണ്. മനസ്സാണ് കണ്ണിനെ ഒരു സ്ഥലത്തേക്ക് വിടുന്നത്, ഒരു അങ്ങാടിയിൽ വിടുന്നത് പോലെ അവിടെ നിന്ന് എന്തൊക്കെ കിട്ടുമോ അതൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്ന് മനസ്സിൽ അവിടെ സൂക്ഷിച്ചു വെക്കുന്നു. ചെവി കൊണ്ട് കേൾക്കുന്നതിനെയൊക്കെ എടുത്തുകൊണ്ടുവന്ന് മനസ്സിൽ സൂക്ഷിക്കുന്നു. അതുകൊണ്ടാണ് ഇതിനെ വണിക് സംഘങ്ങൾ. അവരുടെ അടുത്ത് പോയിട്ട് നമ്മളിങ്ങനെ വാങ്ങിക്കുകയാണ്, ഓരോന്ന് വാങ്ങിക്കുന്നു, നമ്മുടെ ഇന്ദ്രിയ വിഷയങ്ങളെ മുഴുവൻ വാങ്ങിക്കുന്നു എന്നതുകൊണ്ടാണ് അവിടെ വണിക് സംഘം എന്ന് പറഞ്ഞത്. ക്രിയാശക്തി, ഈ കർമ്മേന്ദ്രിയങ്ങളെയൊക്കെ പ്രവർത്തിപ്പിക്കുന്ന ശക്തി, ശക്തി അധീശഃ, ഒരു പെണ്ണിന് അടിമയാണ്, അല്ലെങ്കിൽ ഒരു പെണ്ണിന്റെ അധീനതയിലാണ്, ഒരു സ്ത്രീയുടെ അധീനതയിലാണ് ഈ പുരം എന്ന് പറഞ്ഞു. ആ സ്ത്രീ എന്നാൽ മായയാണ്. അപ്പോൾ മായാബുദ്ധിയാകുന്ന അധിനായികയോട് കൂടിയവനായിട്ടാണ് ഈ പുരത്തിൽ താമസിക്കുന്നത്. അതാണ് ശക്തി അധീശഃ. ഇങ്ങനെ തത്ര പ്രവിഷ്ടഃ, ഇങ്ങനെയുള്ള ഈ പുരത്തിൽ പ്രവിഷ്ടനായാൽ ജീവാത്മാവ് തന്നെ ന അവബുദ്ധ്യതേ, അറിയുന്നില്ല താൻ ശരിക്കും ആരാണ്, ആ സത്യവസ്തുവിന്റെ അംശമാണ് താനെന്ന് മറന്നുപോകുന്നു. ഈ വിപണഹാത്തു, അങ്ങാടിയാകട്ടെ, ഭൂതപ്രകൃതി, പഞ്ചഭൂതങ്ങളാണ്. ഭൂമി, അപ്പ്, തേജസ്, വായു എന്ന ആ 5 തത്വങ്ങളെയാണ് അങ്ങാടി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവ്യയാ പുമാൻ, എന്നാൽ ഇതിനെല്ലാം നായകനായിട്ടുള്ള ജീവാത്മസ്വരൂപത്തെയാണ് അവ്യയാ പുമാൻ, ഉപാദാന കാരണമാകുന്ന പുരുഷൻ എന്ന് വിളിക്കുന്നത്. അങ്ങനെ സർവതന്ത്ര സ്വതന്ത്രനായിട്ടുള്ള, എല്ലായ്പ്പോഴും ആനന്ദ സ്വരൂപനായിരിക്കുന്ന ആ ജീവാത്മസ്വരൂപം ശരീരമാകുന്ന പുരത്തിനുള്ളിൽ കയറിയിട്ട് ഇതാണ് ഞാൻ, ഇതിനുള്ളിലിരിക്കുന്ന ഇവയുടെയൊക്കെ അധീനതയിലാണ് ഞാൻ ഇരിക്കുന്നത്, ഇവരില്ലെങ്കിൽ എനിക്ക് സ്വയമേവ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നൊക്കെ വിശ്വസിച്ച് അങ്ങനെ ഒരു അടിമയെ പോലെ ജീവാത്മാവ് കെട്ടിക്കിടക്കുകയാണ് ഈ പുരത്തിനുള്ളിൽ, അതായത് ശരീരമാകുന്ന പുരത്തിനുള്ളിൽ. ഇനി മുമ്പ് പുരഞ്ജനനായിട്ടിരുന്നപ്പോൾ, പുരഞ്ജനന്റെ ആത്മാവായിട്ട്
ആ പുരിയിൽ പ്രവേശിച്ചപ്പോൾ എങ്ങനെയായിരുന്നു അതിനെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് 59-ാമത്തെ ശ്ലോകം. തസ്മിൻ സ്വം രാമയാ സ്പൃഷ്ടഃ സ്പൃഷ്ടോ രമമാണഃ അശ്രുതസ്മൃതിഃ രമമാണോ അശ്രുതസ്മൃതിഃ തത്സംഗാത് ഈദൃശീം പ്രാപ്തഃ ദശാം പാപീയസീം പ്രഭോ. ഹേ പ്രഭോ, ഇവിടെ പുരഞ്ജനനെയാണ് വിളിക്കുന്നത്. ഹേ പ്രഭോ, പറയുന്നത് വൈദർഭി രാജകുമാരിയോടാണെങ്കിലും അതിനുള്ളിൽ മുൻപ് പുരഞ്ജനനായിരുന്ന ജീവാത്മാവാണ് ഇപ്പോൾ വൈദർഭി എന്ന സ്ത്രീ ശരീരത്തിലിരിക്കുന്നത്. അതുകൊണ്ടാണ് പ്രഭോ എന്ന് തന്നെ വിളിക്കുന്നത്. തസ്മിൻ, കഴിഞ്ഞ ജന്മത്തിൽ, ആ ശരീരത്തിൽ, തസ്മിൻ, ആ പുരിയിൽ, രാമയ, ആ പുരിയുടെ സ്വാമിനിയായ സുന്ദരിയാൽ, മായയ്ക്ക് അധീനമായ ബുദ്ധിയാൽ, സ്പൃഷ്ടഃ, പരാജിതനായിട്ട്, രമമാണഃ, അവളോടൊപ്പം രമിച്ചുകൊണ്ട്, അശ്രുത സ്മൃതിഹി, സ്വന്തം അസ്തിത്വത്തെക്കുറിച്ച് കേൾക്കുക പോലും ചെയ്യാതെ പാടെ ആ ബ്രഹ്മത്തെ മറന്നവനായി, തത്സംഗാത്, മായയ്ക്കധീനപ്പെട്ട ബുദ്ധിയുടെ സമ്പർക്കത്താൽ, ഈദൃശീം, ഈ വിധത്തിലുള്ള, പാപീയസീം ദശാം, പാപഭൂയിഷ്ഠമായ അവസ്ഥയെ, പ്രാപ്തഃ, പ്രാപിച്ചവനായി. ഇപ്പോൾ ഇതാ വീണ്ടും ഒരു സ്ത്രീ ശരീരമെടുത്ത് നീ വന്നിരിക്കുന്നു. ഇനി ഒരു ഗുരു ശിഷ്യന് ഓർമ്മിപ്പിക്കുന്നത് പോലെ നീ ആരാണ് എന്ന യഥാർത്ഥ സത്യത്തെ ഉപദേശിച്ചു കൊടുക്കുകയാണ് ഈ ബ്രാഹ്മണൻ. 60-ാമത്തെ ശ്ലോകം. നത്വം വിദർഭദുഹിത നായം വീരഃ സുഹൃത്തവ ന പതിഃ ത്വം പതിസ്ത്വം പുരഞ്ജന്യ രുദ്ധോ നവമുഖേ യയാ. ത്വം, അങ്ങ്, ഇവിടെ ആ ജീവാത്മാവിനെയാണ് വിളിക്കുന്നത്. ജീവാത്മാവിന് സ്ത്രീ പുരുഷ ഭേദമില്ല. അതുകൊണ്ട് പൊതുവായിട്ടൊരു സംബോധനയാണ് അങ്ങ്. വിദർഭദുഹിതാന, ഇപ്പോൾ ചിന്തിക്കുന്നത് പോലെ വിദർഭ രാജപുത്രി അല്ല. ഇപ്പോൾ ഈ മരിച്ചു കിടക്കുന്ന അയം വീരഹ, ഈ വീരപാണ്ഡ്യൻ, തവ സുഹൃത്ത്, അങ്ങയുടെ പ്രിയപ്പെട്ട ഭർത്താവ് അല്ല. നവമുഖേ, നവദ്വാരമായ ഈ ശരീരത്തിൽ, മുൻപുള്ള ശരീരത്തിൽ, പുരഞ്ജനന്റെ കാര്യമാണ് ഇനി പറയുന്നത്. യയാ, യാതൊരു ബുദ്ധിയാൽ, രുദ്ധഃ, അങ്ങ് നിരോധിക്കപ്പെട്ടിരുന്നുവോ, ആ പുരഞ്ജന്യാഹ, അവൾക്ക് പ്രത്യേകിച്ചൊരു പേരില്ലായിരുന്നു. ആ പുരഞ്ജനിയുടെ പതിഹി, ഭർത്താവാണെന്ന് കഴിഞ്ഞ ജന്മത്തിൽ അങ്ങ് വിശ്വസിച്ചിരുന്നു. അതും അങ്ങല്ല, ഇതൊന്നുമല്ല അങ്ങ്. 61-ാമത്തെ ശ്ലോകം. മായാ ഹി ഏഷാ മയാ സൃഷ്ട യത് പുമാംസം സ്ത്രിയം സതേം മന്യസേ ന ഉഭയം നോഭയം യദുവൈ ഹംസൗ പശ്യാവയോ ഗതിം. കഴിഞ്ഞ ജന്മത്തിൽ അങ്ങ് പുമാംസം, ഞാനൊരു പുരുഷനാണെന്ന് സ്വയം കരുതിയിരുന്നു. ഇതാ ഈ ജന്മത്തിൽ സതീം, ഒരു പതിവ്രതയായ സ്ത്രീയായിട്ട് മന്യസേ, കരുതുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ എന്താണോ, യേഷ, ഈ തോന്നലൊക്കെ, മയാ സൃഷ്ട, എന്നാൽ സൃഷ്ടിക്കപ്പെട്ട, മായാഹി, മായ കൊണ്ട് തോന്നുന്നതാണ്. യഥാർത്ഥത്തിൽ ഉഭയം, ഈ രണ്ടും ഉണ്ടായിട്ടില്ല. അങ്ങ് പുരഞ്ജനനുമായിട്ടില്ല, ഇപ്പോൾ വിദർഭ രാജകുമാരിയും അല്ല. യതുവൈ, എന്തുകൊണ്ടെന്നാൽ നമ്മളിരുവരും ഹംസപക്ഷികൾ ആണ്. അതായത് വിശുദ്ധമായ ആത്മചൈതന്യ സ്വരൂപങ്ങളാണ്. ആവയോഹ ഗതിം, നമ്മുടെ യഥാർത്ഥ അവസ്ഥയെ ഇതാ പശ്യ, കണ്ടുകൊള്ളുക. ഇങ്ങനെയാണ് ഒരു ഗുരു വന്ന് ശിഷ്യനെ ഉപദേശിക്കുന്നത്. ഞാൻ അതാണ് ഇതാണ് എന്നൊക്കെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ശിഷ്യനോട് പറയും, നീ ഇതൊന്നുമല്ല, ആ ചൈതന്യമാണ്. 62-ാമത്തെ ശ്ലോകം. അഹം ഭവാൻ ന
ച അന്യഃ ത്വം ചാന്യസ്ത്വം ത്വം ഏവ അഹം ത്വമേവാഹം വിചക്ഷ്വഭോ ന നൗ പശ്യന്തി കവയഃ ഛിദ്രം കവയശ്ഛിദ്രം ജാതു മനാഖ് അപി മനാഗപി. ഹേ ഭോ, എൻ്റെ സഖാവേ, എൻ്റെ കൂട്ടുകാരാ, അഹം ഭവാൻ, ഞാൻ അങ്ങ് തന്നെയാണ്. ഞാൻ ഈശ്വരൻ, പരമാത്മാവ്. ഇനി അങ്ങോ ത്വം അന്യഃ ന ച, മറ്റൊരാളല്ല, ഞാൻ തന്നെയാണ്. അങ്ങ് ഞാനാണ്, ഞാൻ അങ്ങാണ്. ത്വം ഏവ അഹം, അങ്ങ് തന്നെയാണ് ഞാൻ. വിചക്ഷ്വ, ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മെ അറിയുന്ന കവയഃ, ജ്ഞാനികൾ, നൗ, നമ്മൾ തമ്മിൽ, മനാഖ് അഭി, ചെറുതെങ്കിലും ഒരു ഛിദ്രം, ഭേദം, ജാതു, ഒരിക്കലും ന പശ്യന്തി, കാണുന്നില്ല. യഥാർത്ഥത്തിൽ നമ്മളെ അറിഞ്ഞ ജ്ഞാനികൾ നമ്മൾ തമ്മിൽ ഒരു ഭേദവും ഇല്ല എന്ന് തിരിച്ചറിഞ്ഞവരാണ്. അത് നിർവികൽപ്പ സമാധിയിൽ എത്തുമ്പോഴുള്ള ആ സ്ഥിതിയാണ്. അപ്പോഴാണ് മനസ്സിലാവുക ഇവിടെ എല്ലാം ഒന്നേ ഉള്ളൂ. അങ്ങനെ തത്വമസി, അത്, ആ സത്യം, ത്വം, നീ, അസി, നീ തന്നെയാകുന്നു എന്ന ഔപനിഷത്ത് വാക്യമാണ് ഇവിടെ ഉപദേശിച്ചു കൊടുക്കുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ രണ്ടായിട്ട് തോന്നുന്നത് അല്ലെങ്കിൽ കാണുന്നത്? 63-ാമത്തെ ശ്ലോകം. യഥാ പുരുഷഃ ആത്മാനം ഏകം ആദർശ ചക്ഷുഷോഹോ ആത്മാനമേകമാദർശ ചക്ഷുഷോഹോ ദ്വിധാഭൂതം അവേക്ഷേത ദ്വിധാഭൂതമവേക്ഷേത തഥായേവ അന്തരം ആവയോഹോ തഥൈവാന്തരമാവയോഹോ. യഥാ, എപ്രകാരമാണോ ഒരു പുരുഷഃ, ഒരാൾ, ഏകം, ഒന്ന് തന്നെയായ ആത്മാനം, തൻ്റെ ശരീരത്തെ, ആദർശ ചക്ഷുഷോഹോ, ഒന്ന് കണ്ണാടിയിൽ കാണുന്നു, നമ്മൾ തന്നെ നമ്മളെ കാണുന്നു, അത് കണ്ണാടി. ഇനി നമ്മളെ മറ്റൊരാൾ കാണുന്നു, മറ്റൊരാളിൻ്റെ കണ്ണിൽ നമ്മൾ എങ്ങനെയാണ്, അതാണ് ചക്ഷുഷോഹോ. അന്യന്റെ കണ്ണിൽ രണ്ടും രണ്ടാണ്. സത്യത്തിൽ മറ്റൊരാൾ നമ്മളെ എങ്ങനെയാണ് കാണുന്നത് എന്ന് നമുക്കറിയുകയേയില്ല. നമ്മൾ കണ്ണാടിയിൽ കാണുന്നത് അത് വേറൊരു രീതിയിലാണ്. രണ്ടും രണ്ടായിട്ടാണ് പറയുക. പക്ഷേ നമ്മൾ ഒന്നാണ്, നമ്മൾ മാറുന്നതേയില്ല. ഇങ്ങനെ കണ്ണാടിയിലും മറ്റൊരാളുടെ കണ്ണിലും നമ്മൾ എങ്ങനെയാണോ ദ്വിധാഭൂതം, രണ്ടു തരത്തിൽ വ്യത്യസ്തമായി അവേക്ഷേത കാണുന്നത്, തഥായേവ, അപ്രകാരമാണ്, ആവയോഹോ, എനിക്കും നിനക്കും അന്തരം, ഭേദമുള്ളൂ. അതായത് നമ്മുടെ കാഴ്ചപ്പാടിൻ്റെ വ്യത്യാസമാണ്. ഇതിനെയാണ് ദർശനങ്ങൾ എന്ന് പറയുന്നത്. ദർശനം എന്നാൽ കാഴ്ചപ്പാട്. ഓരോരുത്തരും ഓരോ രീതിയിൽ ഈ പ്രപഞ്ചത്തെ ദർശിച്ചപ്പോഴാണ് പല ദർശനങ്ങളുണ്ടായത്. സാഖ്യം, വേദാന്തം, യോഗം തുടങ്ങിയ ദർശനങ്ങൾ പലതായിട്ട് കണ്ടത് ഓരോരുത്തർക്കും അങ്ങനെയാണ് അത് അനുഭവിച്ചത്. അതുകൊണ്ടാണ് നമ്മൾ എത്രയൊക്കെ പറഞ്ഞു കൊടുത്താലും നിരീശ്വരവാദികൾക്ക് അത് ബോധ്യപ്പെടാത്തത്. കാരണം അവരുടെ കണ്ണിൽ അങ്ങനെയേ കാണാൻ സാധിക്കുന്നുള്ളൂ, ആ രീതിയിലേ അവരുടെ ബുദ്ധി പ്രവർത്തിക്കുന്നുള്ളൂ. അങ്ങനെയുള്ളവരോട് നമ്മൾ എന്ത് തർക്കിച്ച് പറഞ്ഞാലും അവർക്ക് മനസ്സിലാവുകയില്ല. അതുപോലെ യഥാർത്ഥ ഈശ്വര വിശ്വാസിയെ ഒരു നിരീശ്വരവാദിക്കും ഇളക്കാനും സാധിക്കില്ല. ഇങ്ങനെ താനിനി എന്ത് ചെയ്യും, തനിക്ക് ആരാണ് ഒരു തുണ എന്നൊക്കെ ചിന്തിച്ചിരുന്ന വൈദർഭി രാജകുമാരി പെട്ടെന്ന് തന്നെ ശരീരബോധം മറന്ന് താൻ ചൈതന്യമാണ്, ഈ നിൽക്കുന്ന തൻ്റെ തന്നെ ആത്മസ്വരൂപമായിരിക്കുന്ന എൻ്റെ അവിജ്ഞാത സഖാവ്, സുഹൃത്ത് എനിക്കെപ്പോഴുമുണ്ട്, അവൻ തന്നെയാണ് ഞാൻ എന്ന തിരിച്ചറിവിലെത്തിയപ്പോഴേക്കും മനസ്സ് സ്വസ്ഥമായി എന്ന് പറയുകയാണ് 64-ാമത്തെ ശ്ലോകം. ഏവം സഹ മാനസഃ ഹംസഃ ഹംസോ ഹംസേന പ്രതിബോധിതഃ സ്വസ്ഥഃ തദ് വ്യഭിചാരേണ സ്വസ്ഥസ്തദ് വ്യഭിചാരേണ നഷ്ടാമാപ പുനഃ സ്മൃതിം. ഏവം, ഇപ്രകാരം ഒരിക്കൽ മാനസ സരോവരമാകുന്ന ആ ചിദാകാശമാണ്. ഇവിടെ മാനസ സരോവരം എന്ന് പറഞ്ഞത് ചിത്താകുന്ന ആകാശം, ബോധമാകുന്ന, പ്രകാശമാകുന്ന
ആകാശത്തിൽ സ്വതന്ത്രരായി വിഹരിച്ചിരുന്ന ആ ആത്മാക്കളാണ് ഒരു ശരീരമെടുത്ത് ഭൂമിയിലേക്ക് വന്നത്. ഇങ്ങനെ മാനസഹ സഹ ഹംസഹ, ഒരിക്കൽ മാനസ സരോവരമാകുന്ന ആ ചിതാകാശത്തിൽ സ്വതന്ത്രമായി വിഹരിച്ചിരുന്ന ഈ ജീവൻ താൻ വൈദർഭിയാണെന്നും കഴിഞ്ഞ ജന്മത്തിൽ താൻ പുരഞ്ജനനാണെന്നും ഒക്കെ ചിന്തിച്ചത്, ആ ചിന്ത വിട്ടിട്ട് അതെങ്ങനെ വിട്ടു? ഈ വന്ന ബ്രാഹ്മണൻ എന്ന ആ ഹംസേന, ഈശ്വരനാകുന്ന ഹംസത്താൽ പ്രതിബോധിത, ഉണർത്തപ്പെട്ടിട്ട്, അങ്ങനെ ഒരു തിരിച്ചറിവ് വന്നപ്പോൾ തന്നെ സ്വസ്ഥഃ, തൻ്റെ സ്വരൂപ ആനന്ദത്തിൽ സ്ഥായിയായിട്ട് നിൽക്കാൻ സാധിക്കുക, അതിനെയാണ് സ്വസ്ഥനാവുക എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സുള്ളിടത്തോളം ഈ സ്വസ്ഥത എന്ന് പറയുന്നത് നമുക്ക് കിട്ടുകയേയില്ല. മനസ്വാസ്ഥ്യം അങ്ങനെയൊന്നുമില്ല. കാരണം മനസ്സുണ്ടെങ്കിൽ സ്വാസ്ഥ്യമില്ല. അല്ലെങ്കിൽ അത്രയും ശുദ്ധീകരിച്ച ചിന്തയായിരിക്കണം, ഈശ്വരനെ അറിഞ്ഞനുഭവിക്കുന്ന ചിന്തയായിരിക്കണം. അല്ലാത്തിടത്തോളം സ്വസ്ഥത എന്നൊന്നും ഉണ്ടാവുകയില്ല. സ്വസ്ഥത വരുന്നത് താൻ ആരെന്ന തിരിച്ചറിവിലാണ്. ഇങ്ങനെ തത് വ്യഭിചാരേണ, ഇവിടെ വ്യഭിചരിക്കുക എന്ന് വെച്ചാൽ തനിക്ക് സ്വന്തമായിട്ടുള്ള ആളെ മറന്ന് മറ്റൊരാൾ തൻ്റെ ആരോ ആണെന്ന് വിചാരിക്കുന്നതാണ് വ്യഭിചാരം. അപ്പോൾ നമ്മളൊക്കെ തന്നെ നമ്മുടെ അവിജ്ഞാത സഖാവായി കൂടെയുള്ള ഈശ്വരനെ മറന്നിട്ട് ഈ ലോകത്തിലുള്ള ആരൊക്കെയോ എൻ്റെ സ്വന്തമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വ്യഭിചരിക്കുന്നു. വ്യഭിചാരം എന്ന് വെച്ചാൽ നമ്മുടെ യഥാർത്ഥ സ്വത്വത്തിൽ നിന്ന് നമ്മൾ മാറിപ്പോകുന്നു. അങ്ങനെ മാറി നടന്നത് നിമിത്തം ഈ ഹംസത്തിന്, ഭൂമിയിലേക്ക് വന്ന ഹംസത്തിന് നഷ്ടാം, വിട്ടുപോയിരുന്ന സ്മൃതി, ആരായിരുന്നു താൻ എന്ന ആ ഓർമ്മ, ബ്രഹ്മ അസ്മീതി ജ്ഞാനം, ഞാൻ ബ്രഹ്മമാണ് എന്ന ആ ജ്ഞാനത്തെ പുനഃ ആപ, വീണ്ടും നേടുകയും ചെയ്തു. അങ്ങനെ വൈദർഭി രാജകുമാരിയാണ് താൻ എന്ന് വിചാരിച്ചിരുന്ന ആ സ്ത്രീ, അല്ലെങ്കിൽ ഞാൻ സ്ത്രീയാണ്, വൈദർഭി രാജകുമാരിയാണ്, ഇദ്ദേഹത്തിന്റെ ഭാര്യയാണ് എന്നൊക്കെ വിചാരിച്ചിരുന്ന ആ ചിന്തയേ മാറി. അപ്പോൾ തന്നെ മനസ്സ് സ്വസ്ഥമാവുകയും ചെയ്തു. അവിടെ മനസ്സില്ലാതായി. അപ്പോഴാണ് സ്വസ്ഥത. ഇനി നാരദ മഹർഷി പ്രാചീന ബർഹിസിനോട് പറയുകയാണ് 65-ാമത്തെ ശ്ലോകം. ബർഹിഷ്മൻ ഏതത് അധ്യാത്മം, ബർഹിഷ്മൻ ഏതത് അധ്യാത്മം പാരോക്ഷേണ പ്രദർശിതം യത് പരോക്ഷപ്രിയഃ ദേവഃ, പരോക്ഷപ്രിയോ ദേവോ ഭഗവാൻ വിശ്വഭാവനഃ. അല്ലയോ പ്രാചീന ബർഹിസേ, ബർഹിഷ്മൻ അധ്യാത്മം, ആത്മതത്വജ്ഞാനപരമായ ഈ കഥാകഥനം, ഞാനിപ്പോൾ പറഞ്ഞ കഥനം, ഏതത് പാരോക്ഷേണ, ആത്മജ്ഞാനത്തെ പരോക്ഷ രൂപത്തിൽ പ്രദർശിതം, കാട്ടിത്തരാൻ വേണ്ടി ഞാൻ പറഞ്ഞൊരു കഥയാണ്. എന്തിനാണ് ഇങ്ങനെ വളച്ചു കെട്ടി പറഞ്ഞത്? യത് എന്തെന്നാൽ വിശ്വഭാവനഃ ഭഗവാൻ, ജഗത് കാരണഭൂതനായ ഭഗവാൻ ശ്രീഹരിഹി, ദേവഃ, ദേവനായ ശ്രീഹരി, പരോക്ഷപ്രിയഃ, പരോക്ഷമായിട്ടൊരു കാര്യം പറഞ്ഞ് ആ ജ്ഞാനത്തിലേക്ക് എത്തിക്കാൻ, അങ്ങനെ എത്തിക്കുന്നതിൽ വളരെ താല്പര്യമുള്ളയാളാണ്. നേരിട്ടൊരു കാര്യം പറഞ്ഞു കൊടുക്കുന്നതിനേക്കാളും ഈ മായയിൽ ഭ്രമിച്ചുപോയ ബുദ്ധിയുള്ളവർക്ക് ഇത്തരത്തിലുള്ള കഥയിലൂടെയാണ് ഈ ആത്മജ്ഞാനം നൽകേണ്ടത് എന്ന് ഭഗവാൻ ശ്രീഹരി പോലും ചിന്തിക്കുന്നു. അതുകൊണ്ടാണ്, അദ്ദേഹത്തിൻ്റെ ഒരു സങ്കല്പത്താലാണ് അങ്ങേക്ക് ആത്മജ്ഞാനം ലഭിക്കാനായിട്ട് ഞാൻ പുരഞ്ജനന്റെ കഥ ഒരു കഥാരൂപത്തിൽ ജീവാത്മ പരമാത്മാക്കളുടെ ബന്ധത്തെക്കുറിച്ച് അങ്ങേക്ക് പറഞ്ഞു തന്നത്. ഇത് ഒരു ചെറിയ തത്വം മാത്രം പറഞ്ഞു കൊടുത്തു. ഇനി അടുത്ത അധ്യായത്തിൽ പൂർണ്ണമായ തത്വകഥനമാണ്. എന്തായിരുന്നു പുരഞ്ജനന്റെ കഥയിൽ ഇന്നോളം പറഞ്ഞു വന്നത്, അതെല്ലാം അടുത്ത അധ്യായത്തിൽ വ്യാഖ്യാനിക്കുന്നുണ്ട്. ഈ ഒരു ശ്ലോകത്തോടെ 28-ാമത്തെ അധ്യായം അവസാനിക്കുന്നു. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ ചതുർത്ഥസ്കന്ധേ പുരഞ്ജനോപാഖ്യാനേ 28-തമോ അധ്യായഃ.
हरे राम हरे राम हरे राम राम हरे कृष्ण हरे कृष्ण कृष्ण हरे राम हरे राम राम हरे कृष्ण कृष्ण हरे राम हरे कृष्ण कृष्ण हरे राम हरे कृष्ण कृष्ण